ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതാവസ്ഥകളിലേക്ക്, ഈ അൾത്താരയിലേക്ക് ക്ഷണിക്കുന്നു. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. ഭക്ത്യാ വണങ്ങിടുവിൻ, സാഷ്ടാംഗം വീണിടുവിൻ. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ഭക്ത്യാ വണങ്ങിടുവിൻ, സാഷ്ടാംഗം വീണിടുവിൻ. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥനോട് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ അവകാശമാണ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുക എന്നുള്ളത്. നമ്മുടെ ആവശ്യമാണ് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുക എന്നുള്ളത്. അതിന് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന സമയമാണ് ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയം. ഒരുപക്ഷെ നമ്മൾ ബലിയർപ്പിക്കാൻ പോകുന്നവരായിരിക്കാം, അതല്ലെങ്കിൽ ബലിയർപ്പണം കഴിഞ്ഞവരായിരിക്കാം. ബലിയർപ്പണം കഴിഞ്ഞവർക്കും ബലി അർപ്പിക്കാൻ പോകുന്നവർക്കും ഒരുപോലെ ആവശ്യമായതാണ് ദിവ്യകാരുണ്യനാഥനോട് ചേർന്നിരുന്നുള്ള പ്രാർത്ഥനയും ആരാധനയും. ഏതാനും നിമിഷങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് ഒന്ന് നോക്കുക. സ്നേഹത്തോടെ നമുക്ക് വേണ്ടി കർത്താവ് ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുക. നമ്മുടെ സകല കാര്യങ്ങളും അറിയുന്നവൻ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മനസ്സിലാക്കുന്നവൻ, നമ്മെ സഹായിക്കാൻ കഴിവുള്ളവൻ ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുക. ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം, ദൈവത്തെ നമുക്ക് ആരാധിക്കാം, ദൈവത്തെ നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാം. ഒരു വചനഭാഗം നമുക്ക് എടുക്കാം. സങ്കീർത്തനം 95 1 മുതൽ 7 വരെയുള്ള വചനഭാഗം നമുക്ക് കേൾക്കാം. വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവം പാടിപ്പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. എന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ്, എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാണ്. ഭൂമിയുടെ അഗാധതലങ്ങൾ അവിടുത്തെ കയ്യിലാണ്. പർവ്വത ശൃംഗങ്ങളും അവിടുത്തേതാണ്. സമുദ്രം അവിടുത്തേതാണ്. അവിടുന്നാണ് അത് നിർമ്മിച്ചത്. ഉണങ്ങിയ കരയെയും അവിടുന്നാണ് മെനഞ്ഞെടുത്തത്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം. 6-ാമത്തെ വചനം പറയാണ്, വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം.
നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം, നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും, അവിടുന്ന് പാലിക്കുന്ന അജഗണം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ. ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, സങ്കീർത്തനം 95 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. വരുവിൻ, നമുക്ക് ദൈവത്തെ കുമ്പിട്ട് ആരാധിക്കാം. നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ഒരുങ്ങാം. മുട്ടുകുത്തിയോ ഇരുന്നോ എഴുന്നേറ്റ് നിന്നോ അതല്ല, ഹൃദയപൂർവ്വം നമ്മൾ ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ ആരോഗ്യം അനുവദിക്കുന്ന അനുസരിച്ച് നമുക്ക് ചെയ്യാം. സാധിക്കുന്നവരൊക്കെ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗാനത്തിലൂടെ നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഇത് ദൈവം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. നമ്മുടെ ശിലയെ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഈ ഗാനത്തിൻ്റെ ഭാഗമായി നമുക്ക് മാറാം. കാരുണ്യനാഥ, ജീവിക്കും ദൈവപുത്ര, തിരുമാംസരക്തവും ആത്മീയ സൗഖ്യവും നീ ഞങ്ങൾക്കേകിയാലും ഭക്ത്യാ വണങ്ങിടുവിൻ, സാഷ്ടാംഗം വീണിടുവിൻ. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ഭക്ത്യാ വണങ്ങിടുവിൻ, സാഷ്ടാംഗം വീണിടുവിൻ. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. വരുവിൻ, അഭിഷേക നീർച്ചാലിതാ, മതി വരുവോളം പാനം ചെയ്തിടാൻ ആത്മീയ ജീവൻ നേടാൻ. ദാഹാർത്തരേ വരുവിൻ, അഭിഷേക നീർച്ചാലിതാ, ജീവന്റെ ജലധാര പകർന്നു നൽകിടാൻ കർത്താവെഴുന്നള്ളുന്നു. ഭക്ത്യാ വണങ്ങിടുവിൻ, സാഷ്ടാംഗം വീണിടുവിൻ. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ആരാധന ആരാധന നാഥ, ആരാധന ആരാധന ആരാധന.
നാഥ ആരാധന. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂ ഹല്ലേലൂയാ. മാലാഖമാരോട് ചേർന്ന് എല്ലാവരും പാടട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂ ഹല്ലേലൂയാ. അല്പസമയം ദൈവത്തെ നമുക്കൊന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പക്കലേക്ക് ഞങ്ങളുടെ ചിന്തകൾ ഞങ്ങൾ ഉയർത്തുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാം. നമ്മൾ വായടച്ച് ദൈവം പറയുന്നത് കേൾക്കേണ്ട സമയമാണ്. കർത്താവേ, അങ്ങനോട് അരുൾ ചെയ്താലും എന്നെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ അങ്ങയെക്കുറിച്ചോ അരുൾ ചെയ്താലും ഞാൻ കേൾക്കട്ടെ. ആ മനോഭാവത്തോടെ നിശബ്ദതയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലായിരിക്കുക. നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാവുന്നതാണ്. നമ്മുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃത ജീവിതമാകാൻ നമുക്ക് വളരെ ആവശ്യമായ രണ്ട് കാര്യങ്ങളാണ്: ശരിയായ ബലിയർപ്പണം, അതുപോലെ വലിയ സ്നേഹത്തോടെ ദിവ്യകാരുണ്യത്തെ നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇത് കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്നതാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിൻ്റെ 1324 മുതൽ 27 വരെ വായിച്ചാൽ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം, ശരിയായ രീതിയിൽ ബലി അർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത, ദിവ്യകാരുണ്യ ആരാധനയുടെ ശക്തി, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധ ബലി അതുപോലെ ദിവ്യകാരുണ്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. കേന്ദ്രബിന്ദു. അതുപോലെ ദൈവാനുഗ്രഹങ്ങളുടെ ഉറവ നമുക്ക് ഇവിടെയാണ് എന്നുള്ളത് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ആരാധനകളുടെ ഉച്ചസ്ഥാനമുള്ളത് വിശുദ്ധ കുർബാനയ്ക്കാണ്, ദിവ്യകാരുണ്യ ആരാധനയ്ക്കാണ് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അപ്പം അതുകൊണ്ട് സഭയോട് ചേർന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം, സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവർ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. ഏതാനും നിമിഷങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുക. കർത്താവേ, ഇക്കാര്യം എനിക്കും സാധ്യമാകുവാൻ അങ്ങ് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ദിനചര്യ എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ദിവ്യകാരുണ്യത്തെ പ്രണയിച്ച വ്യക്തിയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. അവരുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു ബലിയർപ്പണത്തിൽ നിന്ന് അടുത്ത ബലിയർപ്പണത്തിലേക്കുള്ള യാത്ര. ഇത് മനോഹരമായൊരു കാര്യം. ഒരു ബലിയർപ്പണത്തിൽ നിന്ന് അടുത്ത ബലിയർപ്പണത്തിലേക്ക്. പക്ഷേ ഇന്ന് ചിലർക്ക് ബലിയർപ്പിക്കാൻ പോയാൽ ആ സമയം പോലും ഏകാഗ്രതയോടെ ആ ബലിയിൽ മുഴുകാൻ പറ്റാതെ പോകുന്നു. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു ബലിയർപ്പണത്തിന് പോയാൽ ബലി കഴിയുമ്പോഴേ ബലിയർപ്പണത്തിൻ്റെ സകല കാര്യങ്ങളും അവിടെ തീരുന്നു. മറ്റൊരു ജീവിത ശൈലിയിലേക്ക് പോകുന്ന അവസ്ഥ. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതം അങ്ങനെയായിരുന്നില്ല. ഒരു ബലിയർപ്പണത്തിൽ നിന്നും അടുത്ത ബലിയർപ്പണത്തിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ, ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഒരു കാര്യം ഉറപ്പാക്കണം: അടുത്ത ബലിയർപ്പണത്തിന് ഇത് ഒരു തടസ്സമാകരുത്. ബലിയുടെ ശക്തി അനുഭവിക്കുന്നതിന് തടസ്സമാകുന്ന രീതിയിലുള്ള ഒരു കാര്യത്തിലേക്കും പോകരുത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവർക്കാണ് അടുത്ത ബലി ഏറ്റവും നന്നായിട്ട് അർപ്പിക്കാൻ സാധിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. നമ്മൾ പാപികളാണെന്ന് അംഗീകരിക്കാം, ഏറ്റുപറയാം, അനുദപിക്കാം. അപ്പോൾ കർത്താവ് നമ്മെ
കാരുണ്യപൂർവ്വം കാണും, നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കും, മറക്കും. നമ്മുടെ ചിന്തയിലോ സംസാരത്തിലോ പെരുമാറ്റത്തിലോ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇടപെടുന്നതിലൊക്കെ തെറ്റുകളും വീഴ്ചകളും വന്നിട്ടുണ്ടാവാം. നമുക്കതെല്ലാം ഒന്ന് തിരിച്ചറിയാം. കർത്താവേ, പാപങ്ങൾ മൂടി വയ്ക്കുന്നതിനേക്കാൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്താപത്തോടെ അങ്ങയുടെ പക്കലേക്ക് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അനുതാപത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം, കഴിഞ്ഞുപോയ നമ്മുടെ ജീവിതവും ശേഷിച്ച ജീവിതവും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ അനുതാപ ഗാനത്തിൽ പങ്കുചേരാം. ലോകം മുഴുവൻ നിറയുന്നു ഘോരമാ പാപത്തിൻ ഭീകരഗർജനങ്ങൾ. ലോകം മുഴുവൻ നിറയുന്നു ഘോരമാ പാപത്തിൻ ഭീകരഗർജനങ്ങൾ. ഈശോദൻ ദാരുണ പീഡകളോർത്തെന്നും കരുണയായിരിക്കണമേ. വിശുദ്ധീകരിക്കണമേ. കരുണാമയ കനിയേണമേ. ദൈവപിതാവേ കനിയേണമേ. കരുണയായിരിക്കണമേ. ഞങ്ങളിൽ കരുണയായിരിക്കണമേ. വിശുദ്ധീകരിക്കണമേ. ഏതാനും നിമിഷങ്ങൾ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ശിരസ് നമിച്ച് ദൈവത്തെ ആരാധിക്കാം. ദൈവകരങ്ങളിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കാം. നമ്മൾ ഇനിമേൽ ചെയ്യേണ്ട കാര്യം, ഒന്ന്, വില കൊടുത്ത് ബലിയർപ്പിക്കാൻ തയ്യാറാവുക. വെറുതെ കുർബാന കാണാൻ പോയാൽ പോരാ, വില കൊടുത്ത് ബലിയർപ്പിക്കണം. ബലിയർപ്പിക്കാൻ നമ്മൾ പോകുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി ചെയ്യാവുന്നത്ര സൽപ്രവൃത്തികളൊക്കെ ചെയ്തു വേണം ബലിയർപ്പിക്കാൻ പോകാൻ. അപ്പോഴാണ് വില കൊടുത്ത് ബലിയർപ്പിക്കുന്നവരായി നമ്മൾ മാറുക. 2 സാമുവേൽ 24:24 വായിച്ചാൽ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്: എനിക്ക് ഒരു ചെലവുമില്ലാത്ത ബലി ഞാൻ അർപ്പിക്കില്ല. അതുകൊണ്ട് വില കൊടുത്ത് ബലി അർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ കാര്യം, റോമാലേഖനം 12 ആദ്യ വചനങ്ങൾ വായിച്ചാൽ കാണാൻ സാധിക്കും, നമ്മുടെ ശരീരം ഒരു ബലിയായി ദൈവത്തിന് അർപ്പിക്കാൻ പറ്റണം. അതാണ് ദൈവത്തിന് ഏറ്റവും പ്രീതികരമാകുന്ന ബലി. ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ, ശരീരത്തിൻ്റെ അഭിലാഷങ്ങളെ ബലി കഴിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് പറ്റണം. മൂന്നാമത്തെ കാര്യം, ഹെബ്രായ ലേഖനം 13:16 വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് നന്മ ചെയ്യാനും നമുക്കുള്ള സമ്പത്ത് പങ്കുവയ്ക്കാനും നമ്മൾ തയ്യാറാകുന്നെങ്കിൽ അങ്ങനെയുള്ള ബലികൾ കർത്താവിന് പ്രീതികരമാണ്. അപ്പം അതുകൊണ്ട് ചെയ്യാവുന്നത്ര നന്മകൾ ചെയ്ത്, ചെയ്യാവുന്നത്ര സുവിശേഷ വേലകൾ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റണം. പാവങ്ങളെ സഹായിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവത്തിന് പ്രീതികരമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ തീരുമാനമെടുക്കുക. നമ്മൾ കേട്ട ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ, കർത്താവേ, അതെല്ലാം സ്നേഹത്തോടെ എടുക്കുവാൻ, ഒപ്പം അതെല്ലാം പാലിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനുള്ള കൃപ തരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതാനും നിമിഷം നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശിരസ് നമിക്കുക. ഹൃദയം കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഇപ്പോൾ ഏൽപ്പിക്കുകയും ചെയ്യുക.
കാരുണ്യവനായ കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഈ സമൂഹത്തെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ രക്ഷാകര സ്നേഹം ഇവരുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് പ്രീതികരമാകട്ടെ. ഞങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളും അങ്ങേക്ക് പ്രീതികരമാകട്ടെ. ഞങ്ങളുടെ ബലിയർപ്പണം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് വേണ്ടതുപോലെ ബലി അർപ്പിക്കുവാൻ കർത്താവെ ഞങ്ങളുടെ ജീവിതം ഒരു ബലിയായി അങ്ങേക്ക് സമർപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ, പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികൾ കർത്താവെ അവിടുത്തെ വചനം കേൾക്കുന്നു, അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മാരകമായ രോഗങ്ങൾ ബാധിച്ചവരെ അവിടുത്തെ സഹായം തേടി പ്രാർത്ഥിക്കുന്നു, സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. മറ്റ് പല ജീവിത പ്രശ്നങ്ങളുമുള്ളവർ കർത്താവെ അങ്ങയോട് ഇപ്പോൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ നിലവിളി കേൾക്കണമേ, ഇവരുടെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുന്ന് ഇവരെ സുഖപ്പെടുത്തുവാൻ തിരുവുള്ളമാകണമേ. ഇവർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി കർത്താവെ അവിടുത്തെ ശക്തി ഈ മക്കളുടെ മേൽ ഇപ്പോൾ അയക്കണമേ. ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും വിശുദ്ധീകരിക്കുവാനും അഭിഷേകം ചെയ്യുവാനും കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിപ്പോൾ ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ അഭയം പ്രാപിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പാടി പ്രാർത്ഥിക്കാം. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.